വെൽക്കം ടു മൈ ചാനൽ. എന്നെയും എൻ്റെ ബ്ലോഗിനെയും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെല്ലൈക്കൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്യും. അപ്പം ഞാൻ ദ ഗോഡിലെ സോങ് കേട്ടു. 4th സിംഗിൾ സോങ്ങാണ്. അടിപൊളി സോങ്ങാണ്, ഒരു രക്ഷയില്ല. ഞാൻ ഒരു തലപതി വിജയ് ഫാൻ ആയതുകൊണ്ട് എനിക്ക് അഭിമാനമുള്ളു, വേറൊന്നുമല്ല. ആള് എടുത്ത പാട്ടിൽ 2 പാട്ട് ഫോളോ അപ്പായി പോയെങ്കിലും ഈ ഒരു പാട്ടും ഉണ്ടല്ലോ മച്ചാന്മാരെ, ചങ്കുകളെ, എൻ്റെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരെ, ഏതെങ്കിലും ഒരു വിജയ് ഫാൻസ് കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട്. ഞാനൊരു തലപതി വിജയ് ഫാനാണ്. ഞാനും കട്ട വെയിറ്റിംഗാണ്. പക്ഷേ ഈ പാട്ട് ഇറങ്ങിയപ്പോൾ ഒരു ഒന്നൊന്നര വൈബ് തന്നെയായിരുന്നു. മനസ്സിലായോ? ടണ 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 ടണ. ആ ട്യൂണൊക്കെ അടിപൊളിയാണ് ഗൈസ്. പിന്നെ ഈ ലൈറ്റ് ഇങ്ങനെ മിന്നി മാഞ്ഞ് പോകുന്ന വേറൊന്നും കൊണ്ടല്ല, ഞാൻ ലൈറ്റിന് മുമ്പിലായിരിക്കുന്നത്. അപ്പം സ്ക്രീൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതെല്ലാം പോട്ടെ. നമ്മൾ ഈ പാട്ട് ആദ്യം കേട്ടപ്പം എനിക്ക് കുറച്ച് ഇഷ്ടം കുറവ് തോന്നി. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം എടുത്ത് കേട്ട പാട്ടി പോയി. കാരണം ഈ കാര്യം നിങ്ങളുടെ അടുത്ത് ഞാൻ എങ്ങനെ പറയുമെന്ന് ആലോചിച്ചതാണ്. കാരണം നിങ്ങളത് ഏത് സെൻസിലെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം കേട്ടപ്പം ഈ ട്യൂണാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഒരു കാര്യം ഞാൻ പറയാം. തലപതി വിജയ് ഫാൻസ് ആയതുകൊണ്ടും അതിനെ എൻ്റെ സ്വന്തം ബ്രദറിനെ പോലെ കാണുന്നതുകൊണ്ടല്ല, അങ്ങനെയാണ്. എൻ്റെ ഫാമിലി മെമ്പറാണ് തലപതി വിജയന്, എൻ്റെ സ്വന്തം ബ്രദറാണ്. എനിവേ, തിയേറ്റർ ഒരു പൊങ്കാലയാക്കും ഈ പാട്ട്. സെപ്റ്റംബർ 5 ദ ഗോഡ് റിലീസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കട്ട വെയിറ്റിംഗാണ്. പക്ഷെ പാട്ട് ഇറങ്ങി കഴിഞ്ഞപ്പം കുറേ മൂവിയുടെ സംഭവമൊക്കെ വരുന്നുണ്ട്. ഞാൻ പറയാമെന്ന് എല്ലാവർക്കും അത് മനസ്സിലായി കാണും. അതുകൊണ്ട് ഞാൻ അതും പറയുന്നില്ല. പക്ഷെ ഒന്നും പറയാം, കത്തി, പോക്കിരി, ഇവരൊക്കെ വരുന്നുണ്ട്. പാട്ടിനെ മാത്രമേ ഉള്ളൂ. അത് വേറെ ലെവൽ സാധനം കേട്ടോ. ഞാൻ ആ സമയത്ത് വലിയ ആയതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങ് തോന്നിയത്. ഞാൻ ഡാൻസ് ക്ലാസ്സിലൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പോൾ പാട്ടടിപൊളി, തിയേറ്റർ ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ ഇതുവരെ കേട്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. പിന്നെ വേറൊരു സോങ്ങും ഉണ്ട്, അതിൻ്റെ റിവ്യൂ ചെയ്യാൻ ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷെ ഇതിൻ്റെ കൂടെ അതും കൂടെ ചെയ്യുക. ചിന്ന ചിന്ന കൺകൾ പെരുകിതോ, നമ്മൾ അന്നൻ പാടിയ അടിപൊളി സൂപ്പർ പാട്ട്. അതും ഇതും ഈ പാട്ടുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ മൂന്നാമത്തെ പാട്ട് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ സ്പാർക്ക് സോങ്, അതും അടിപൊളിയായിരുന്നു. എല്ലാം അടിപൊളിയാണ് പാട്ട്. പക്ഷേ സ്പാർക്കിൽ ലുക്ക് അത്ര പോരാ. അത് ഇപ്പോഴും പറയും, സ്പാർക്കിൽ ലുക്ക് അത്ര പോരാ. അത് അവർ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഓക്കെ, അതിലൊക്കെ ഞാൻ കടക്കുന്നില്ല. പക്ഷേ പാടം നമ്മൾ കൊക്കും. ഞാൻ ട്രയറായാലും ഓരോരോ പാട്ടായാലും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഈ പാട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും സ്പീക്കർ ഇട്ട് കേൾക്കും. അത് എനിക്ക് അല്ലാതെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം. ഇനി സ്പീക്കറുകളോട്ട് കേൾക്കുമ്പോൾ എന്തുമായിരിക്കും, വേറെ ലെവൽ. അന്നെൻ്റെ ഒന്നാമത്തെ അവസാനത്തെ പടമായാലും ആണെങ്കിലും രണ്ടാമത്തെ 2025 പടം, അതുങ്ങളെ കഴിഞ്ഞ ഫിനിഷ്. അപ്പോൾ നമുക്ക് എല്ലാ തലപതി വിജയ് ഫാൻസാരും ബിഗ് സല്യൂട്ട്, ഞാൻ ഉൾപ്പെടാം. കാരണം നമുക്ക് ഈ പടം പൊളിക്കണം മക്കളെ, പൊളിക്കണം. പാട്ട് വേറെ ലെവലിലേ പോയിരിക്കുന്നത്. അണ്ണൻ്റെ ലുക്കും ഹെയർ സ്റ്റൈലൊക്കെ അത് അന്യായ ലുക്ക്. അപ്പം ഞാനും നിങ്ങളെപ്പോലെ കട്ട വെയിറ്റിംഗാണ്. സെപ്റ്റംബർ 5 നമുക്ക് തിയേറ്റർ പൊളിക്കാം. പക്ഷേ കമ്മിങ് സൂൺ തലപതി വിജയ് സെലിബ്രേഷൻ. ഈ പ്രാവശ്യം സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കും, ഇല്ലെങ്കിൽ ഞാൻ എടുക്കത്തില്ല. ഓക്കെ, എന്താ അറിയാൻ പറ്റില്ല അതിനെപ്പറ്റിയൊന്നും. തിയേറ്ററിലൊക്കെ അവസ്ഥ എനിക്കറിയത്തില്ല. പക്ഷെ ആ സമയത്ത് തലേ ദിവസം തിയേറ്ററിൽ പോയി നോക്കും. അങ്ങനെ എല്ലാം സെലിബ്രേഷൻ പോലെ ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യും. എൻ്റെ ഫാമിലി ആണ് എനിക്ക് പ്രധാനം.
അപ്പം എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്, എനിക്ക് അറിയാം. ഞാൻ അതിനെക്കാട്ടി കട്ട വെയിറ്റിംഗ് ആണ്. കാരണം നമ്മൾ തലപതി വിജയാനൻ്റെ ഒരു മൂവിയാണ് ഇറങ്ങുന്നത്. അറിയാമല്ലോ, ഞാൻ മുമ്പ് ഉള്ള ബ്ലോഗിനകത്തൊക്കെ നമ്മൾ അണ്ണൻ്റെ കാര്യം കുറിച്ച് ഇട്ടത്. അപ്പോൾ ആർക്കെങ്കിലും ഈ പാട്ട് ഇഷ്ടമാണെങ്കിൽ ബിലോ കമൻറ്റ്. അപ്പം എന്താ പറയുക, എനിക്ക് വല്ലാത്ത സന്തോഷം. കാരണം ഞാൻ ഇത്രയും ഈ ഓഗസ്റ്റ് തൊട്ട് സെപ്റ്റംബർ വരെ, സെപ്റ്റംബർ 1-ാം തീയതി നാളെയല്ലേ, അപ്പം ബിഗ് ഹാപ്പി. കാരണം ഞാനിങ്ങനെ സെപ്റ്റംബർ 1, സെപ്റ്റംബർ 2, സെപ്റ്റംബർ 3, സെപ്റ്റംബർ 4 അങ്ങനെ നോക്കിയപ്പം സംഭവം വരുന്നത്, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ പടം വരുന്നത് വ്യാഴാഴ്ച. അപ്പം നമുക്ക് പൊളിക്കണം ഗൈസ്. ഞാനാണ് ഇവിടുത്തെ വീട്ടിൽ നിന്ന് രാത്രി ഒരു 11:30 ഒക്കെ അപ്പം സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ ഞാൻ തന്നിലോട്ട് പോകും. പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് വീട്ടിൽ കയറും. അപ്പം നിങ്ങളും ആ ഒരു മൂവി കാണാൻ, നിങ്ങളല്ല എല്ലാ ആൾക്കാരും ഓൾസോ പടം കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. പുള്ളിയെ ഒരു സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് വരുന്നൊരു വൈബുണ്ടല്ലോ ഗൈസ്, അതൊന്ന് വേറെ ലെവലാണ്. അപ്പം ഡോണ്ട് മിസ് ഇറ്റ് ഗോഡ്. എല്ലാവരും പോയി തിയേറ്ററിൽ കാണണം. അന്ന് സ്കൂൾ അവധിയൊക്കെയാണ് പറയുന്നത്, കേൾക്കുന്നത് എന്നാ പറയുമ്പോൾ. എനിവേ നമ്മൾ പടം കീച്ചു ഒരു വാട്ടി മുടി പണ്ണത്തന്ന പേച്ച് നാണെ കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞ പോലെ അണ്ണൻ്റെ ഡയലോഗ്. ഞാൻ കട്ട എക്സൈറ്റ്മെൻ്റ് ആണ് ഗൈസ്. പക്ഷെ പാട്ട്, ഇന്നിറങ്ങിയ പാട്ട് വേറെ വെറുത്തനമായിരിക്കണം. വേറെ മാറി. അപ്പം നമുക്ക് തിയേറ്ററിൽ വെച്ച് കണ്ടുമുട്ടാൻ. തിയേറ്ററിൽ ഓരോരോ വിശേഷങ്ങളായിട്ട് നിങ്ങൾ വരും. അതിനു മുമ്പേ നമുക്ക് പാട്ട് പൊളിക്കണം, പടം അറിയുക. അപ്പം എല്ലാവർക്കും ഒരു ശുഭരാത്രി, ശുഭദിനം. ഇതോടെ ഞാൻ എൻ്റെ വൈൻഡപ്പ് ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഗായ്സ്. അപ്പോൾ നമുക്ക് പാട്ട് പൊളിക്കാം. ആ പാട്ടെന്നൊക്കെ പറഞ്ഞ വേറെ ലെവലാണ്. ഓക്കെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ടാറ്റാ, ബൈ, ലവ് യു ഓൾ.